ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു കാര്യം പറയാനും വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ക്ലിയർ സ്കിന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലേ? നമുക്കെല്ലാം ലേഡീസിന് പ്രത്യേകിച്ച് ക്ലിയർ സ്കിന്ന് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ആ ക്ലിയർ സ്കിന്ന് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമ്മൾ തീരുമാനിക്കുക. അല്ലാതെ കണ്ണിക്കണ്ട കെമിക്കൽ അടങ്ങിയ ക്രീം യൂസ് ചെയ്തിട്ടല്ല ക്ലിയർ സ്കിന്ന് വരുത്തേണ്ടത്. അപ്പോൾ നമ്മൾ ബ്യൂട്ടി പാർലറിലും പോയിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട. നമ്മൾ വീട്ടിൽ കിട്ടുന്ന ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എൻ്റെ ഫേസ് ഉണ്ട് നല്ല തിളക്കവും ക്ലിയറും. ഞാൻ ഫേസിൽ ഒന്നും ചില ആളെല്ലാം പറയുന്നുണ്ട് ഫിൽറ്റർ ഇട്ടിട്ടില്ലെങ്കിലും പുട്ടിക്കൊരു കുറവില്ലല്ലോ. ഞാൻ പുട്ടി യൂസ് ചെയ്യാറില്ല. കണ്ണെഴുതും, പിന്നെ മോയ്സ്ചറൈസർ ക്രീമും യൂസ് ചെയ്യും. അതായത് നമ്മുടെ ലാക്മി പീച്ച് മിൽക്കാണ് ഞാൻ. അതിൽ യാതൊരു കെമിക്കലും ഒന്നുമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഞാൻ ചെയ്യാറുള്ളത് ബീട്രൂട്ടിൻ്റെ. ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യാറുള്ളത്, ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മേക്കപ്പും ചെയ്യാറില്ല. പിന്നെ ഫൗണ്ടേഷൻ ക്രീം ആദ്യമൊക്കെ ചെയ്യലുണ്ടായിരുന്നു. ഫൗണ്ടേഷൻ ഇടുമ്പോൾ എനിക്ക് എന്താ പറയുക, ഇതെന്തോ കേക്കി പോലെ ഇങ്ങനെ ഇവിടെ പാച്ച് വീണ പോലെ ഉണ്ടാകും. അപ്പോൾ ഞാൻ അതൊന്നും ചെയ്യാറില്ല. അപ്പം ഞാൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ്, തൈര്, കടലമാവ്, പിന്നെ ഒരു പിഞ്ച് ലെമൺ ജ്യൂസ് കൂടി ആഡ് ചെയ്തിട്ട് മാസത്തിൽ 3 പ്രാവശ്യം ഞാൻ ഫേസിൽ, അതായത് നമ്മൾ ചെയ്യുമ്പം സൂര്യാസ്തമയത്തിന് ശേഷമായിരിക്കണം, വൈകുന്നേരം 6 മണി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്യാറുള്ളത്. അപ്പം അതുകൊണ്ടാണ് എൻ്റെ ഫേസ് ഇത് ഇങ്ങനെ. ഇപ്പം പൊങ്കാല ഇടാൻ കുറേ ആളുണ്ടാവും. പൊങ്കാല ഇട്ടാലും എനിക്കൊരു പ്രശ്നമില്ല. എനിക്ക് കിട്ടിയ ഇതെന്താ പറയുക, അറിവാണ് ഞാൻ എൻ്റെ കൂട്ടുകാരിലേക്കും പകർന്ന് തരുന്നത്. പൊങ്കാല ഇടുന്നവർ ഇടട്ടെ, അവർക്ക് പൊങ്കാല ഇടാനേ സമയമുണ്ടാകും. അപ്പോൾ ഓക്കെ, ബൈ.